ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചട്നി മാമിയിലാണ്. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 8:30-9 മണിയൊക്കെ ആയിക്കാണ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ. നല്ല മഴ ടൈമായിരുന്നു. അപ്പോൾ അവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അകത്തെ ഒരു ആംബിയൻസ്. വളരെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത് അവിടുത്തെ വേറെ ബാഹുബലി ദോശയാണ്. ഇത് പറ്റൂല. ബാഹുബലി മൂവിയിലെ സോങ് ഒക്കെ ഇട്ടാണ് ഈ ഒരു ദോശ കൊണ്ടുതരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 എണ്ണമാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 8 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ബാഹുബലി ദോശയാണ് ഓർഡർ ചെയ്യുന്നത്. ഒരു ദോശ 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കിട്ടുന്ന ചട്നി ഒന്നും രക്ഷയില്ല, സൂപ്പറായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു ടേസ്റ്റുള്ള ചട്നീസായിരുന്നു. അപ്പോൾ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂലി വെഡായിട്ടുള്ള നമ്മുടെ ബ്രദറിനും സിസ്റ്ററിനും കൂടി ട്രീറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ദോശയുടെ കൂടെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 3 ചട്നിയും സാമ്പാറും പായസവുമാണ്. പിന്നെ 2 വടയും കൂടി കിട്ടുന്നുണ്ട്. ഈ കറികളെല്ലാം റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വരുന്നുണ്ട്. ഒരു കറി 2 ബോക്സിലായിട്ടാണ് തരുന്നത്. കറി കഴിയുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും എല്ലാ കറികളും റിപ്പീറ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ചമ്മന്തിയൊന്നും ഒരു രക്ഷയില്ലായിരുന്നു, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് വെഞ്ഞാറമൂട് നിന്ന് കിളിമാനൂരിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഫുഡിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അവിടുത്തെ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നത് രാത്രിയിലാണെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ രാവിലെ അതിനേക്കാളും സൂപ്പറായിരിക്കും. അവിടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. മഴയും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് സെറ്റായിരുന്നു. പക്ഷേ ലൈറ്റ് കുറച്ച് കുറവായിരുന്നു. പുറമേ കാണുമ്പോൾ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ തോന്നുമെങ്കിലും അകത്തോട്ട് ഒരുപാട് അതിൻ്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം നിന്ന് അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എനിക്കവിടെ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി നേരം കൂടി നിൽക്കണമെന്നുണ്ടായിരുന്നു, അത്രയ്ക്ക് നല്ലതായിരുന്നു. പക്ഷേ മഴ നല്ല കടുക്കുന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഈ ഒരു സ്പോട്ടായിരുന്നു. അടിപൊളിയായിരുന്നു, രക്ഷയില്ല. മഴ പെയ്യണോണ്ട് തന്നെ മുകളിൽ നിന്ന് മഴ ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.